ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രേണു സുധിയുടെ വീടിൻ്റെ ഒരു വിഷയം ഇപ്പോൾ നമ്മുടെ ചാനലിൽ ചർച്ചയായിട്ട് നിൽപ്പുണ്ട്. അതിനെക്കുറിച്ചാണ്. കാരണം ഞാൻ നോബൽ ഫിലിപ്പ് ഫാദറിൻ്റെ വീഡിയോ കണ്ടു, ബിഷപ്പിൻ്റെ വീഡിയോ കണ്ടു, പിന്നെ ഫിറോസ് ഖാൻ്റെ വീഡിയോ കണ്ടു, രേണുവിൻ്റെ വീഡിയോ കണ്ടു, രേണുവിൻ്റെ അച്ഛൻ്റെ വീഡിയോ കണ്ടു, പിന്നെ കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരുടെ വീഡിയോ കണ്ടു. അപ്പോൾ എല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരു 2 വീഡിയോ രേണുവിന് അനുകൂലമായി സപ്പോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വിധവയായ സ്ത്രീയെ നമുക്ക് നെഗറ്റീവ് പറയുന്നതിനേക്കാളും സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ നല്ലത്. അവരെങ്ങനെയും ജീവിക്കട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തു. പക്ഷേ പലരും പറഞ്ഞു അവർ അങ്ങനത്തെ ഒരാളാണ്, സഹായിക്കാൻ പറ്റിയ ഒരാളെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വന്നത് ഈ വീടിൻ്റെ വിഷയം, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചാൽ നമുക്കറിയാം ആ കുട്ടിയെ അതിൻ്റെ മക്കളെയും അവരുടെ അച്ഛനും അമ്മയും ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. എല്ലായിടത്തും നടക്കുന്നൊരു സംഭവമാണ്. പക്ഷേ എന്തുകൊണ്ട് രേണുസുധിയുടെ അച്ഛനും അമ്മയും വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയില്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് ചാനൽ വലിയ ഇഷ്യൂ ആയിട്ട് എടുത്തു. അവർ ഇവരെ സഹായിക്കാൻ നിന്നതുകൊണ്ടായിരിക്കും അവരത് ചെയ്യാത്തത്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന്. എന്നിട്ട് ആരൊക്കെയോ കൂടെ ഒരു വീട് വെച്ചു കൊടുത്തു. അവർ താമസവും തുടങ്ങി. എന്നിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു 7 സെൻറ്റ് വസ്തു വാങ്ങുക എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നടക്കുന്നില്ല. ഞങ്ങൾ ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങാനായിട്ട് എത്രയോ കാലം കൊണ്ട് ശ്രമിക്കുന്നു, നടക്കുന്നില്ല. അപ്പോൾ ഇത് കിട്ടി, ഒരു വീടും വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ അതിൽ താമസിക്കുന്നു. പിന്നെ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അവരെത്ര ബിൽഡേഴ്സോ എന്തു സാമ്പത്തികമുള്ളവരായിക്കോട്ടെ, അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ ആ വീടിൻ്റെ അവകാശിയും ഉത്തരവാദിത്വവും ആ പാരൻസിനാണ്, കുട്ടികൾക്കുമല്ല, പാരൻസിനാണ്. കാരണം അവർ വളർന്ന് അവരുടെ കയ്യിൽ എത്തിക്കുന്നവരെ അത് പാരൻസാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമുക്ക് ആ വീടിന് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഒരു സാമാന്യ മര്യാദ ഉള്ള ഒരാൾ ഒരിക്കലും അവരെ വിളിക്കത്തില്ല. ചിലപ്പോൾ ഒരാഴ്ചയോ 2 ദിവസവും 1 മാസത്തിനകത്തൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ ചെയ്തവരെ വിളിച്ചിട്ട് സാർ ഇങ്ങനെ സംഭവിച്ചു, എന്താണെന്ന് അറിയില്ല എന്ന് പറയും. അല്ലാതെ നിങ്ങൾ ചെയ്തു തരണമെന്നോ നിങ്ങളെ വീടിന് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നോ ഒന്നും പറയാൻ പാടില്ല. അതൊരു മാന്യമായ പ്രവൃത്തിയല്ല എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ രേണു സുധി ഒരു കാര്യം മനസ്സിലാക്കണം, കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് രേണുവിൻ്റെ പാരൻസിൻ്റെ കടമയാണ്. ആ പാരൻസിനെ അത് ചെയ്തില്ല, എന്നിട്ടും നാട്ടുകാർ ചെയ്തു തന്നിട്ട് ആ നാട്ടുകാരെ കുറ്റം പറയാൻ ഈ പാരൻസിനെ രംഗത്ത് കൊണ്ടുവന്നത് ഒട്ടുമേ ശരിയല്ല. രേണു പറയുന്നത് എനിക്കൊന്നും അറിയില്ല, എല്ലാം എൻ്റെ പപ്പയ്ക്ക് അറിയാവും. രേണു അറിയണം. രേണു ഒരു കുടുംബിനിയാണ്. എല്ലാം സ്വന്തമായി ഹാൻഡിൽ ചെയ്യാൻ ബോൾഡായ, ഒരിക്കൽ പോലും സുധിയുടെ കാര്യം പറഞ്ഞ് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നത് ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പറയാണ്. അത്രയും ബോൾഡായ ഇയാൾക്ക് എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ള ഈ ഇഷ്യൂസ്, ഈ വീടിൻ്റെ ചോർച്ചയെക്കുറിച്ചോ എല്ലാം നിങ്ങൾ തമ്മിൽ സംസാരിക്കാതിരിക്കില്ല. എത്ര തിരക്കുള്ള നടിയായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും സംസാരിക്കാതിരിക്കില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ നിങ്ങളായിട്ട് പറഞ്ഞ് ഒരിത് വേണ്ടാന്ന് കരുതിയിട്ട് നിങ്ങൾ അച്ഛനെ വിളിച്ചു പോയി. കാരണം നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാലോ എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് രേണു അറിയില്ല, പപ്പയ്ക്ക് അറിയാവൂന്ന് പറയുന്നത് വെറും കള്ളമാണ്. ആരും വിശ്വസിക്കില്ല. പിന്നെ പപ്പയുടെ കൂടെ വന്നിരുന്നിട്ട് പപ്പ ഓരോ കാര്യം പറയുമ്പോൾ രേണു ആണോ, അങ്ങനെയാണോ, അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇതെല്ലാം പ്രഹസനമാണ്. ഇതെല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാവും രേണു. ഞാൻ സ്വാഭാവികമായിട്ട് പറയാണ്, രേണു ഒരിക്കലും അത് അറിയാതിരിക്കില്ല. ഒരു രാത്രി നമ്മുടെ വീട്ടിൽ വന്ന് ഉറങ്ങുന്നുള്ളെങ്കിലും രേണു അത്ര എന്താ പറയാൻ ഫേമസ് നടിയോ അത്ര തിരക്കുള്ളൊരു മനുഷ്യ ഒന്നുമല്ല. പിന്നെ രേണു ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഏത് ടൈമിലും നമ്മളെ കൂടെ നമ്മുടെ ചങ്കാണെന്ന് പറഞ്ഞ് പറ്റിച്ചേർന്ന് കുറേ ആളുകൾ വരും. രേണുവിന് ഇപ്പം അങ്ങനെ കുറേ ആളുകളെ കിട്ടിയിട്ടുണ്ട്. രേണു മനസ്സിലാക്കണം, ഇവരുടെ സപ്പോർട്ട് കൊണ്ടല്ല രേണു ഇവിടെ എത്തിയത്. ഈ വീഡിയോ കാണുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണ പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് രേണു ഇവിടെ എത്തിയത്. അപ്പോൾ ഈ അടുത്ത് ചേർന്നിരിക്കുന്ന ചങ്കുകൾ പലതും പറഞ്ഞു തരും, അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ രേണുവിൻ്റെ പോക്ക് അത് കേട്ടിട്ടാണ്. അവരങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, വീട്ടുകാർ അത് കംപ്ലൈൻറ്റ്, നീ എന്ത് പറയാത്തത്, നീ ഇപ്പം നല്ല ഹൈപ്പിൽ നിൽക്കുകയില്ലേ, ഇപ്പം നിനക്ക് എന്ത് വേണോ പറയാം. ആ ഒരു ജാട രേണുവിൻ്റെ മുഖത്തും
ഭാവത്തിലും നിങ്ങളുടെ ചലനത്തിലും എല്ലാം വന്നിട്ടുണ്ട്. പണ്ടത്തെ ആ രേണുവിൻ്റെ ഒരു താഴ്മയും അത് അഭിനയിക്കുന്ന ആയാലും ശരി, ഒറിജിനൽ ആയാലും ശരി, അതൊന്നും ഇപ്പോൾ ഒരു സംസാരത്തിൽ രേണുവിനില്ല. അഥവാ രേണുവിൻ്റെ അച്ഛൻ പറഞ്ഞാൽ തന്നെയും ഇയാളെ വിലക്കേണ്ടത്, അച്ഛൻ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വിലക്കാനുള്ള മര്യാദയും ബോധമെങ്കിലും രേണുവിന് വേണമായിരുന്നു. അതെല്ലാവർക്കും അറിയാം. ഇപ്പം രേണുവിന് നോക്കിക്കോ, ഒരുപാട് സപ്പോർട്ട് രേണുവിന് ഇനി കുറയും. കാരണം ഈ ഒരു വീട് വിഷയം വന്നതോടുകൂടെ പിന്നെ അവരെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. കാരണം അവർ ക്യാഷ് വാങ്ങി വീട് വെച്ച് കൊടുക്കുന്നവർക്ക് മാത്രമേ മെയിൻറ്റെയിൻസ് ചെയ്ത് കൊടുക്കാനുള്ള ന്യായമുള്ളൂ. നിങ്ങൾക്കത് ചെയ്തു തരേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് മതിൽ കെട്ടിത്തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഫർണിച്ചർ വാങ്ങി തരേണ്ട കാര്യമില്ല. അവിടെ ഒരു മാറ്റ് ഇട്ടില്ലെന്ന് പറഞ്ഞ് രേണു ചോദിച്ചത് ഒരു കേസ് പറയുന്നു. അതിനെക്കുറിച്ച് ഒരിക്കലും രേണു പറഞ്ഞിട്ടില്ല. ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എല്ലാ വീഡിയോയിലും പറയുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരാൾ ചെയ്തു തരുമ്പോൾ നമ്മൾ താഴ്മയോടും വിനയത്തോടു കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയർ ഇതൊന്നും അവർക്ക് ചെയ്തു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു പ്ലെയിനായിട്ടൊരു വീട് കെട്ടിത്തന്നാൽ മാത്രം മതി. ഇതെല്ലാം ചെയ്തത് അവരുടെ മിസ്റ്റേക്കുകളാണ്. ഞാൻ ഫിറോസിക്കയോട് പറയുന്നതാണ്, ഫിറോസിക്ക ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് മതിൽ കെട്ടിക്കൊടുത്തതും ഫർണിച്ചർ വാങ്ങിക്കൊടുത്തതും. വീട് പ്ലെയിനായിട്ട് ചെയ്ത് കൊടുത്തിട്ട് പോകേണ്ടത് ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ അധികം ചെയ്തതുകൊണ്ട് കിട്ടിയ ശിക്ഷയാണ്. താങ്കൾ ഇതിന് അർഹനാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ വീട് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊടുക്കുന്നത് അതിലും വലിയ അർഹതയില്ലായ്മയാണ്. കാരണം രേണുവിന് ജോലിയുണ്ട്, പണമുണ്ട്, വർക്കുണ്ട്, രേണുവിന് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആൾബലമുണ്ട്, എല്ലാം രേണുവിനുണ്ട്. ഇനി ഒന്നുമേ രേണുവിന് ഒരു രൂപ പോലും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോൾ ഇനി അത് ചെയ്യുന്നത് നന്ദികേടാണ്. അത് മാന്യമായിട്ടുള്ളൊരു പരിപാടിയല്ല എന്ന് തന്നെ ആരുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിലും ഫിറോസിക്ക് അത് ചെയ്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ 100% വിശ്വാസവും. കാരണം ഇത് നാളെ ഇതുപോലെ വരുന്നവർക്ക് നാളെ ഇതൊരു ഇളത്തരവും. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഇക്കയോട് പറയാനുള്ളത്, ഇനിയും അർഹതയുള്ളവരുണ്ടാവും. രേണു സുധി ചെയ്ത തരികിട ഓർത്തിട്ട് അനേകം പേര്, ഇപ്പം ഞാനൊക്കെ നമ്മളൊരു അത്യാവശ്യം പോകുമ്പോൾ ആരുടെങ്കിലും ഒരു കാശ് കടം ചോദിച്ചാൽ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ മടിയാണ് ആൾ. കാരണം എന്താണ്, പണ്ട് ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാതെ ചീറ്റ് ചെയ്തതുകൊണ്ട് നമ്മളോടും അതുപോലെ കാണിക്കും. നമ്മളൊന്നും അതുപോലെ ആവത്തില്ല ഒരിക്കലും. അപ്പോൾ എല്ലാവരും നമ്മൾ ഒരേ കണ്ണി കാണരുത്. അപ്പോൾ രേണു സുധി കാരണം ഇനിയും അർഹതപ്പെട്ട പലരുടെ അവസരങ്ങൾ ഒരിക്കലും നഷ്ടമാക്കരുതേ എന്നൊക്കെ ഞാൻ പറയുന്നു. നിങ്ങളുടെയൊക്കെ ഇതിനൊക്കെ കിട്ടേണ്ടത് ദൈവത്തിൽ നിന്നാണ്, മനുഷ്യനിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇനി എനിക്ക് ബഹുമാനപ്പെട്ട നോബൽ ബിഷപ്പിനോടാണ് പറയാനുള്ളത്. ബിഷപ്പ് ചെയ്തത് വളരെ നല്ലൊരു കാര്യം, ഒരിക്കലും അതിനെ താഴ്ത്തിക്കെട്ടാൻ പറ്റില്ല. പക്ഷേ കാരണം നമ്മളൊക്കെ ഒരു സെൻറ്റ് വസ്തുവിന് വേണ്ടി അലയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യം. പക്ഷേ അച്ഛന് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ചിലയിടത്തൊക്കെ അച്ഛൻ ഒരുപാട് പിഴച്ചു പോയിട്ടുണ്ട്. അച്ഛൻ്റെ വീഡിയോയുടെ താഴെ വന്ന ആളുകൾ വളരെ മോശമായി കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അച്ഛന് പല അച്ഛന്മാർ, അതൊക്കെ തെറ്റാണ്, ആരും അങ്ങനെ പറയരുത്. കാരണം അദ്ദേഹം ഒരു ബിഷപ്പാണെങ്കിലും അദ്ദേഹം നോർമലി ഒരു മനുഷ്യനാണ്. ചില സമയത്തൊക്കെ നമ്മൾ എത്ര ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞാലും ചില സമയത്തൊക്കെ മനുഷ്യൻ്റേതായ ചില പ്രവൃത്തിയോ, അതുകൊണ്ടാണല്ലോ ബൈബിളിൽ പറയുന്നത് പൂർണ്ണനായിട്ട് ആരുമില്ലെന്ന്. അതുപോലെ അച്ഛനും പൂർണ്ണനല്ല. അപ്പോൾ അതുകൊണ്ട് മാനുഷികമായ ചില വികാരങ്ങൾ, വിക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്ത് അച്ഛൻ ഒരുപാട് രേണുവിനെതിരെ സംസാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്ന് അച്ഛൻ രേണുവിനെ നന്നായിട്ടും പറഞ്ഞു. അപ്പോൾ എല്ലാവരും തന്തയിലെ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില മനുഷ്യരാണ്, നമുക്കും അങ്ങനെ, ഞാനും ആദ്യം രേണുവിന് അനുകൂലമായിട്ടാണല്ലോ വീഡിയോ ചെയ്തത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് പറയും, അങ്ങനെ കണ്ടാൽ മതി. പക്ഷേ എങ്കിലും പിന്നീട് വന്ന അച്ഛൻ ഫിറോസിന് എതിരായിട്ടും അച്ഛൻ എന്തോ ഒരു ചെറിയ പോയിന്റ് പറഞ്ഞു. അപ്പോൾ അച്ഛന് കാര്യങ്ങൾ അറിയുന്ന, അല്ലെങ്കിൽ ആരും ധരിപ്പിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അച്ഛൻ വീഡിയോയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ വീഡിയോയിൽ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ സ്ഥാനം അനുസരിച്ചിട്ട് അങ്ങ് ചെയ്യേണ്ടത് മൗനമായിരുന്നു ഇതിലെല്ലാം ഭേദമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചാനലുകൾക്കൊന്നും ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടില്ലായിരുന്നു. എല്ലാം കെട്ടടങ്ങി എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും അച്ഛന് ഈ ഒരു നെഗറ്റീവും കേൾക്കേണ്ടി വരില്ലായിരുന്നു. അച്ഛൻ പിന്നെ വികാരവിക്ഷോഭത്താൽ ഒരു ഇൻ്റർവ്യൂവിൽ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു. അത് സത്യം പറയാം എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ എത്ര വികാരവിക്ഷോഭത്താലും പ്രശ്നത്താലാണെങ്കിലും നമ്മൾ ഒരാളെയും നമ്മൾ ഇകഴ്ത്തി പറയാൻ പാടില്ല.
പിന്നെ രേണുസുതിയുടെ നെയ്ബർഹുഡായിട്ട് പോലും ആരും വരാൻ ഇഷ്ടപ്പെടില്ല എന്നൊക്കെയുള്ള ഒരു ബിഷപ്പിന് ചേരാത്ത കുറച്ച് സംഭാഷണം അച്ഛൻ അതിൽ പറഞ്ഞു. അച്ഛൻ്റെ വിഷമം കൊണ്ടാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഒരിക്കലും അങ്ങയുടെ പദവി, കാരണം എനിക്ക് അങ്ങക്കെതിരായി നെഗറ്റീവ് മെസ്സേജ് വായിച്ചപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അത് ആളുകൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. അപ്പം അച്ഛനും അറിയാം നമ്മളെ സമൂഹം എടുത്ത് പൊക്കുന്നതിനേക്കാളും സ്പീഡിൽ താഴോട്ടിടും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടായിരുന്നു. ഈ രേണുസുതിയെ പോലെ തൊട്ടേന് പിടിച്ചതിന് ഇൻ്റർവ്യൂ കൊടുത്തതാണ് അച്ഛൻ ചെയ്ത തെറ്റെന്ന്, ബിഷപ്പ് ചെയ്ത തെറ്റെന്ന് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു. അത് വേണ്ടായിരുന്നു. ഇനിയെങ്കിലും അച്ഛൻ ഇൻ്റർവ്യൂസ് കുറയ്ക്കണം. ഇൻ്റർവ്യൂസിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങയുടെ പദവിക്ക് അത് യോജിച്ചതല്ല, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങൾക്ക്. പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ബിഷപ്പിനോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവേഴ്സ് ചോദിക്കുന്നുണ്ട്. ഒരു രേണുസുതി ബിഗ് ബോസിൽ പോകുന്നതിന് ബിഷപ്പിന് എന്താണ് കാര്യം? അതുപോലുള്ള ചോദ്യങ്ങളൊന്നും ഒരു ബിഷപ്പിൻ്റെ സ്റ്റാൻഡേർഡിന് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവേഴ്സും ചോദിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ രേണുവിൻ്റെ അച്ഛൻ എന്തായാലും ആ മോളുടെ അച്ഛനല്ലേ, ആ സ്റ്റാൻഡേർഡ് അച്ഛൻ പുലർത്തി. അപ്പോൾ ആ അച്ഛൻ്റെ മകളല്ലേ രേണുവും ആ സ്റ്റാൻഡേർഡ് പുലർത്തി. ആ അച്ഛൻ സംസാരിച്ചത് ഒട്ടും ശരിയല്ല, ഒട്ടും മാന്യമായ ഭാഷയിലല്ല അയാൾ സംസാരിച്ചിരിക്കുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, വീട് ഇടിഞ്ഞ് തലയിൽ കൂടെ വീണാൽ പോലും നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ വീട് പോയാൽ നമുക്കൊരു ചെറ്റക്കുള്ളിലെങ്കിലും വെച്ച് കിടക്കാനുള്ള 7 സെൻറ്റ് ഭൂമി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾ ചിന്തിച്ചില്ല. നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, നാണവും മാനവും എന്ന് പറയുന്ന മനുഷ്യനായാൽ അറ്റ്ലീസ്റ്റ് പൈസയില്ല, കിടക്കാൻ സ്ഥലമില്ല, വീടില്ല, വസ്ത്രമില്ല, ഒന്നുമില്ലെങ്കിലും നമുക്കൊരു അന്തസ്സ്, മാന്യത എന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവേത് ഒരിക്കലും നിങ്ങൾ ചെയ്തത് 1% പോലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളത് പറഞ്ഞ രീതി കൊള്ളൂല. ഒരു തവണ നമുക്ക് വിളിച്ച് ചോദിക്കാം, സാറേ ഇന്ന കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഞങ്ങളത് പേ ചെയ്തോളാം, നിങ്ങൾ വന്ന് സമയം കിട്ടുന്നത് പോലെ ഒന്ന് ചെയ്തു തരൂ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ അവർ 1 രൂപ പോലും വാങ്ങാതെ അവർ തന്നെ വന്ന് അത് ചെയ്തു തരുമായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാം, നമുക്ക് എല്ലാ മലയാളിക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്, ഇതുപോലെ വീട് വെച്ച് കൊടുക്കുന്ന ആളുകൾ ചിലപ്പം തട്ടിക്കൂട്ട് വീട് വെച്ച് കൊടുക്കും എന്ന് ഒരുപാട് പേര് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കാശ് വാങ്ങിയിട്ട് വെച്ച് കൊടുക്കുന്നവർക്ക് പോലും തട്ടിക്കൂട്ടി വീടാണ്, അതുകൊണ്ട് ആ വീടൊന്നും നല്ലതല്ല, അങ്ങനത്തെ വീട് വാങ്ങരുതെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലാഭം അവർക്ക് കിട്ടണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും അതുപോലുള്ള രീതി ചെയ്യുമായിരിക്കാം. അത് എനിക്ക് അറിവില്ലാത്ത കാര്യം പറഞ്ഞ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് ഇനി രേണുവിൻ്റെ വീട് ഒരു തട്ടിക്കൂട്ടി വീടാണെങ്കിൽ തന്നെ രേണു അത് സഹിച്ചേ പറ്റൂ. കാരണം അവർ ഫ്രീ ആയിട്ടാണ് ചെയ്തു തന്നത്, അപ്പോൾ അവർക്ക് അത്രേ പറ്റൂ. അപ്പോൾ നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെയും നമുക്കത് പുറത്ത് പറയാനുള്ള ഒരു യോഗ്യതയും നമുക്കില്ല. അപ്പോൾ അവരധ്വാനിച്ച് അവരുണ്ടാക്കുന്ന ലാഭം നിങ്ങളെപ്പോലെ ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയുടെ മതിപ്പ് ആ വീടിനുണ്ട്, അല്ലെങ്കിൽ വീട് മൊത്തം പണി 25 ലക്ഷം രൂപ ചിലവെന്ന് ഇക്ക പറയുന്നു. ഈ 25 ലക്ഷം രൂപ അയാൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര വർഷം അയാൾ വീട് വെച്ച് കൊടുക്കണം? ആ ഉണ്ടാക്കിയ 25 ലക്ഷവും നിങ്ങൾക്ക് തരാൻ പറ്റൂ? ഇല്ലല്ലോ. അപ്പോൾ അതിൽ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ വന്നാൽ തന്നെയും, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ചെയ്തതൊന്നും ഒട്ടുമേ ശരിയായ കാര്യങ്ങളില്ല. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു വീഡിയോക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ വീടിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയാതെ ഒരു കുഞ്ഞും അറിയില്ല. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അത് ചുറ്റിപ്പറ്റി ചെറുതായിട്ട് അല്പം പറഞ്ഞ് മീഡിയയിൽ ഇത് ഇത്രയും പ്രശ്നം വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന ഇൻ്റർവ്യൂവേഴ്സാണ് കണ്ടിരുന്നുവെങ്കിൽ അവർ ആ വീഡിയോ തന്നെ അത് കാണിച്ചിട്ട് അവർ ചോദിക്കുമല്ലോ. അങ്ങനെയൊന്നും അല്ല ഇത് വെളിച്ചത്ത് വന്നിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് അത് വെളിച്ചത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അത് അതിലും വലിയ തെറ്റ്. ഇങ്ങനെ എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട്, എല്ലാവരുടെ ഭാഗത്തും. പക്ഷേ രേണു ഇപ്പോൾ കുറേ രേണുവിൻ്റെ ഇൻ്റർവ്യൂകൾ ബോറായി തുടങ്ങിയിട്ടുണ്ട്. കാരണം രേണുവിൻ്റെ മുഖഭാവം, രേണുവിൻ്റെ ഇരിപ്പ്, രേണുവിൻ്റെ മൂവ്മെൻറ്റ്സ്, ഒരു അച്ഛനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ രേണുവിൻ്റെ പപ്പയായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ രേണു ഒരു കൊന്തയൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചിരിക്കുന്നത്, അതൊക്കെ ഒരു ഷോയാണ്. ഇങ്ങനത്തെ കുറേ ഷോകൾ രേണു കാണിക്കുന്നുണ്ട്. ആ പൂച്ച മടി കയറിയപ്പോൾ ആദ്യം രേണു ഇങ്ങനെയൊക്കെ അയ്യോ ഞാൻ തൊടൂല എന്നൊക്കെ പറഞ്ഞ് ഉള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പൂച്ചേനെ എടുത്ത് മടിയിൽ വെച്ച് അതിനെ താലോലിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് രേണു? ഞാൻ വിചാരിച്ചു ഇത്രയും ഒരു പൂച്ചയെ തൊടാൻ ഇത്രയും അറപ്പാണോ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ചിലർക്ക് പേടിയാണ്. എൻ്റെ അമ്മയ്ക്ക് പൂച്ച ഭയങ്കര പേടിയാണ്.
അതൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷമുള്ളൊരു സംഭവം പേടി ഇങ്ങനെ വരാൻ കാരണം. അപ്പോൾ അതുപോലെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പൂജയെ എടുത്ത് മടിയിൽ വെച്ച് താലോലിക്കുന്നു. ഇതൊക്കെ ഒരു ഷോയാണ്. അപ്പോൾ രേണു എന്ത് കാണിക്കുന്നു എന്നുള്ള രേണുവിന് തന്നെ അറിഞ്ഞൂടാ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് കഴിയുമ്പം പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, ഓ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വിഷയത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വയം ഒന്ന് രേണുവിൻ്റെ ഇൻ്റർവ്യൂസ് രേണു തന്നെ കാണണം. എന്നിട്ട് അതിൽ എന്താണ് രേണു പറഞ്ഞു വെച്ചിരിക്കുന്ന പോരായ്മയെന്ന് സ്വയം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത്രയും എനിക്ക് പറയാൻ, കുറേ കാര്യങ്ങൾ പറയാൻ ഞാൻ മനസ്സിൽ നോക്കി വെച്ചിരുന്നു. ടൈം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് കരുതി. പക്ഷേ എനിക്ക് കിട്ടാതെ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നു. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ സ്വന്തം വീട്ടിൽ ഇരുന്നാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അത് കാണുമ്പോൾ അറിയാം എൻ്റെ സാധാ വീഡിയോയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. ഇതെൻ്റെ സ്വന്തം വീടാണ്. അത് ഞാൻ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ വൃത്തിയാക്കാൻ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരുന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അല്പസമയം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് യാദൃച്ഛികമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.